ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു മോര് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ചേമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മോര് കറിയാണ്. നമ്മുടെ നാടൻ മോര് കറിയാണ്. അപ്പം എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശബ്ദം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ 2 ചേമ്പ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. നന്നായി ഒന്ന് കലക്കി കുറച്ച് വെള്ളം, അതൊന്ന് മുങ്ങാവുന്ന വെള്ളം ഒഴിക്കുക കേട്ടോ. ചേമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വെള്ളം വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ. കഷ്ണം മോര് കറിക്ക് എപ്പോഴും ഉടയാണ്ട് എടുക്കണം. അപ്പോൾ 1/4 കപ്പ് തേങ്ങ ഉണ്ട്, 2 അല്ലി വേപ്പില, 1 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം നല്ല പേസ്റ്റായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നല്ല അരച്ചെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്ന ചേമ്പിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച് നന്നായി പേസ്റ്റായി അരച്ചെടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാനതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായി നന്നായി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു ഇത് റോസ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ മോര് കറിക്ക് എടുക്കാൻ. 1/4 കപ്പ് തൈര് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള തൈരാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ പുളിയുള്ള തൈര് കിട്ടാൻ കുറച്ച് ഗൾഫിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം എടുത്ത് പുറത്ത് വെച്ച് ഒന്ന് പുളിപ്പിച്ചിട്ടാണ് ഞാൻ മിക്കത് എടുക്കാറ്. അല്ലെങ്കിൽ ഇപ്പോൾ പുളിയുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ പുളിയുള്ള യോഗട്ട് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കതൊന്ന് തൈര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉണക്കമുളക്, ഉലുവിട്ട് പൊട്ടിച്ചിട്ട് വേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ കടുക് പൊട്ടി വന്നതിന് ശേഷം ഉലുവ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവയും കൂടി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് നമുക്കതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് ചൂടായി വന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മോരൊഴിച്ചിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചൂടായി വന്നാൽ മതി. നമ്മുടെ മോര് കറി, ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചേമ്പൊക്കെ വെച്ച് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചേമ്പാകുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും കേട്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു മോര് കറിയാവും. പക്ഷേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.